ഒരു ജീവിതം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഒരു ജീവിതത്തെ നമുക്ക് ഒരു മുറിയിലെ നമുക്ക് കുറേ മാലിന്യങ്ങൾ കൂമ്പാരം കൊണ്ടിട്ടിട്ട് ആ മുറി വൃത്തിഹീനമാക്കാം. വേണമെങ്കിൽ ആ മുറി നമുക്ക് അടിച്ചുവാരി വൃത്തിയാക്കി ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കാം. വ്യക്തി ജീവിതവും ഇങ്ങനെ തന്നെയാണ്. വേണമെങ്കിൽ അത് മാലിന്യമാക്കാം, വേണമെങ്കിൽ അത് സുഗന്ധപൂരിതമാക്കാം. നമ്മുടെ കയ്യിലാണ് ചോയ്സ് ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ചോയ്സ് ഇരിക്കുമ്പോഴും നമ്മൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കുകയാണ്. നിരവധിയായ കാരണങ്ങളുണ്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ. ഇതൊന്ന് കേൾക്കാൻ വിളിക്കുമ്പോൾ പോലും അയ്യോ എനിക്ക് സമയമില്ല കേട്ടോ, നോക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഗുരുജ്ഞാനസരണിയുണ്ട്, വരില്ലേ ചോദിക്കുമ്പോൾ നോക്കാം എന്ന് പറയും. ആർക്കാണ് നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണോ ഇത്തരത്തിലുള്ള ഈശ്വരാംശത്തെ കേൾക്കാതെ പോകുന്നത് അത് ജീവിതത്തിൻ്റെ നഷ്ടം തന്നെയാണ്. ആ നഷ്ടം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് ഗുരുവിൻ്റെ അപരത്വ ദർശനത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന വേണം, വിചാരം വേണം, സത്സംഗങ്ങൾ വേണം. നിങ്ങൾ കേൾക്കണം, ആവോളം കേൾക്കണം. എന്തൊക്കെ നമ്മൾ കേൾക്കുന്നു രാവിലെ മുതൽ, എന്തൊക്കെ കാര്യങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ കേൾക്കുന്നു. ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞ പോലെ അതും ഇതും പറഞ്ഞ് നേരം കളയുന്നവരല്ലേ നമ്മൾ പറയുന്നത് ചിന്താശൂന്യമായിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള സാരാംശങ്ങളുമില്ലാത്ത വാർത്താലാപങ്ങളല്ലേ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ആലാപമാത്രമഖിലം. ഈ അഖിലം, ഈ ജഗത്തെന്ന് പറയുന്നത് ആലാപമാണ്, വെറുതെ ഒരു സംസാരം. ഈ വെറുതെ ഒരു സംസാരം നമുക്കൊന്നും നേടിത്തന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സംഭാഷണത്തിൻ്റെ ആകെ തുക എന്താണ് എന്ന് നമ്മൾ അവസാനം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അന്തസാരശൂന്യങ്ങളായ സംഭാഷണങ്ങളായിരുന്നു. അതേസമയം പകരം നമ്മൾ കേൾക്കേണ്ടതിനെ കേൾക്കണം, പറയേണ്ടതിനെ പറയുകയാണെങ്കിൽ ജീവിതത്തിനൊരു പുതിയ നിറവ്, ജീവിതത്തിനൊരു പുതിയ അർത്ഥം കൈവരും. ഉപനിഷത്തിലെ ഋഷി അതുകൊണ്ട് പാടി ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവ ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്ര. അല്ലയോ പരമാത്മാവേ, ഓം ഭദ്രം കർണേഭി, ഞാൻ എൻ്റെ ചെവികളെ കൊണ്ട് നല്ലത് കേൾക്കുമാറാകട്ടെ. അതിനും വേണം ഒരു യോഗം. നല്ലത് കേൾക്കാൻ കഴിയുക ഒരു യോഗമാണ്. നല്ലത് പറയാൻ കഴിയുക ഒരു യോഗമാണ്. നല്ലത് കാണാൻ കഴിയുക ഒരു യോഗമാണ്. കാരണം എൻ്റെ ശരീരത്തിലും പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, നിങ്ങളുടെ ശരീരത്തിലും പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഈ ലോകത്തെ നമ്മൾ അറിയുന്നത് ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണുകൊണ്ട് കണ്ടറിയും, കാതുകൊണ്ട് കേട്ടറിയും, മൂക്കുകൊണ്ട് മണത്തറിയും, നാവുകൊണ്ട് രുചിച്ചറിയും, ത്വക്കുകൊണ്ട് സ്പർശിച്ചറിയും. അത് നല്ലതായിരിക്കട്ടെ. ഗുരുവും അതുകൊണ്ടാണ് ഗുരുദേവ ദർശനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ, ഗുരുവും അതുകൊണ്ടാണ് ഈ വാക്ശുദ്ധിയും ശരീരശുദ്ധിയും ഇന്ദ്രിയശുദ്ധിയും ഗൃഹശുദ്ധിയും ഒക്കെ നമ്മളോട് നിഷ്കർഷിച്ചു തരുന്നത്. വാക്ക് ശുദ്ധമായിരിക്കണം. പറയുകയാണെങ്കിൽ നല്ലത് പറയുക, കഴിയുന്നതും വേറൊരാളെ വ്രണപ്പെടുത്താത്ത വാക്കുകൾ ഉപയോഗിക്കുക, കഴിയുന്നതും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സ്വസ്ഥമാക്കി വയ്ക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തുക, കഴിയുന്നതും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക. നേരത്തെ പറഞ്ഞ ഈ ഒരു ആന്തര ശുചിത്വം നമുക്ക് എങ്ങനെ കൈവരും? എങ്ങനെയാണ് മനസ്സ് നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയുക? നമ്മുടെ ശരീരം നമ്മൾ നല്ല ചന്ദ്രികാ സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ടാണ് വന്നത്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ കഴിയുക? മനസ്സിനെ ക്ലീൻ ചെയ്യാനുള്ള ഉപായങ്ങളാണ് പ്രാർത്ഥനകളും സത്സംഗങ്ങളും. അതുകൊണ്ടാണ് പറയുന്നത് അത് മുടക്കരുത്. ആര് എവിടെ പറയുന്നുവോ പോയി കേൾക്കുക. നിങ്ങൾക്ക് സ്വീകാര്യമില്ലാത്ത പലതും അതിലുണ്ടാവാം, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലും അതിൽ നിന്ന് നമുക്ക് കിട്ടും. മറ്റേത് കേൾക്കുന്നതിനേക്കാളും ഈ ഒരു ഭാഗവത ശ്രവണം, ഈ ഒരു ഗുരുകഥാശ്രവണം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതോടുകൂടി തന്നെ പരിപൂതമാകുന്ന ഒരു ഹൃദയാന്തരംഗമുണ്ട്. അവിടെയാണ് നമ്മൾ നല്ല മനുഷ്യനാവുക. ആ നല്ല മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ഗുരു പിന്നെയും പാടുകയാണ്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപചയകർമ്മം അവനു വേണ്ടി മാത്രം. നല്ല മനുഷ്യൻ അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു.
നല്ല മനുഷ്യൻ്റെ പേരാണ് കൃപാലു. വലിയ ജീവിത വീക്ഷണമൊന്നും ഇല്ലാത്ത മനുഷ്യൻ്റെ പേരാണ് കൃപണൻ. രണ്ടുപേരും ഉണ്ട് നമുക്കിടയിൽ. ഒരാൾ എന്ത് ചെയ്യും? ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കും, അല്ലേ? അപ്പം നമ്മളിങ്ങനെ ഈ മനോഹരമായ ഈ ഒരു ഹാളിലേക്ക് കടന്നു വരുമ്പോൾ എത്ര ഒരുക്കങ്ങൾ നടത്തിയാലാണ് ഇതിങ്ങനെ ഇരിക്കുക? നമുക്ക് നന്നായിട്ടറിയാം ഈ ഒരുക്കങ്ങളുടെ പ്രയത്നം എന്താണെന്ന്. പലയിടങ്ങളിലും കാണാറുണ്ട് ഒരുപാട് പ്രയത്നങ്ങൾ, ഒരുപാട് മുന്നൊരുക്കങ്ങൾ. അവസാനം നമ്മളോട് അവർ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമാണ്, ഒന്ന് വന്ന് സഹായിച്ചാൽ മതി. കസേര ഇടാൻ വിളിച്ചില്ല, സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സിന് വിളിച്ചില്ല, നോട്ടീസ് അടിക്കാൻ വിളിച്ചില്ല, നോട്ടീസിൻ്റെ മാറ്റർ അടിക്കാൻ വിളിച്ചില്ല, പ്രസ്സിൽ പോകാൻ വിളിച്ചില്ല, അനൗൺസ്മെൻറ്റിന് വിളിച്ചില്ല. ഒന്ന് വന്നേക്കണേ, മഴയാന്ന് പറഞ്ഞ് വരാതിരിക്കരുത്. ഇതെന്താണ്? ഇതൊരു അപരത്വബോധമാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായിക്കണം എന്നുള്ള ഒരു നന്മ, ഒരു പൊതു നന്മ ചില വ്യക്തികളുടെ ഉള്ളിൽ ഉദയം ചെയ്തതിൻ്റെ ഫലമാണ് ഈ ഗുരുജ്ഞാന സരണി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടോ ഈ അടുത്തിടെ ഞാൻ പോയ പല സ്ഥലങ്ങളിലും ഈ ഒരു പുതുമ കാണാൻ കഴിഞ്ഞു. വേറൊന്നുമല്ല, പല സ്ഥലത്തും ഇങ്ങനെയുള്ള പുതിയ ആവിഷ്കാരങ്ങൾ. അവരോട് ചോദിക്കുമ്പോൾ പറയും, ഒരുപാട് കാലമായി ഒന്നും ചെയ്തിട്ടില്ല, ഇനിയെങ്കിലും ഗുരുവിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങൾ പുതിയ ഭരണസമിതി വന്നു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾ വന്നു, പുതിയ പ്രവർത്തന പദ്ധതികൾ വന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ തുടങ്ങിയത് എന്ന് പറയുന്ന കുറേ സ്ഥലങ്ങളിൽ ഈ അടുത്തിടെ തന്നെ പോകാൻ കഴിഞ്ഞു. അതിൻ്റെ തന്നെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇവിടെയും കാണാൻ കഴിഞ്ഞത്. കാരണം വർഷങ്ങളായിട്ട്, ഞാനൊക്കെ പറഞ്ഞല്ലോ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിക്ക് ഓരോ ഫ്രോക്ക് ഇട്ടുകൊണ്ട്, ഒരു ഉടുപ്പിട്ടുകൊണ്ട് ഇതിൽ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഒരു കറുത്ത ബാഡ്ജ് കുത്തിത്തരുമായിരുന്നു, കറുത്ത ബാഡ്ജ്. അപ്പോൾ അയ്യോ ഈശ്വരൻ മരിച്ചു പോയോ, മനസ്സിലൊരു ചിന്തയായിരുന്നു, ഈശ്വരൻ മരിച്ചു പോയോ, അപ്പോൾ ഈശ്വരന് വരില്ലേ? അപ്പോൾ ഈശ്വരനാണ് നാരായണമൂർത്തി, ഗുരുനാരായണമൂർത്തി. ഈ മലയാറ്റിൽ മുഴുവൻ ചുറ്റും ഇങ്ങനെ ഇത് ചൊല്ലിയിട്ട്, പക്ഷെ കറുത്ത ഉടുപ്പിടുമായിരുന്നു, കറുത്ത ബാഡ്ജ് ധരിക്കുമായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ പായസവും തരുമായിരുന്നു. ഇതിലെന്താണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം? കറുത്ത ബാഡ്ജ് ധരിച്ച് മൗനജാഥ നടത്തുമ്പോൾ പായസം എന്തുകൊണ്ട് കിട്ടുന്നു? അപ്പോൾ ഗുരു മരിച്ചത് നല്ല കാര്യമാണോ, ഗുരു മരിച്ചത് മോശം കാര്യമാണോ? ഇങ്ങനെയുള്ള നിരവധിയായ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഗുരുദേവൻ എന്ന് പറയുന്നത് ജനിമൃതികൾക്ക് അതീതമായിരിക്കുന്ന സ്വത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല നാമരൂപം എന്നുള്ള അവസ്ഥയിലേക്ക് ഗുരുവിനെ കാണാൻ തുടങ്ങിയത്. അവിടെയാണ് ഇന്ന് നമ്മൾ അറിയുന്നു ഗുരുവിൻ്റെ സമാധി എന്ന് പറയുന്നത് കേവലം മരണമല്ല എന്നും, മറ്റുള്ളവർ വേർപെട്ടു പോകുന്ന പോലത്തെ ഒരു ചത്തുപോകലല്ല ഗുരുവിനുണ്ടായിരുന്നതെന്നും, ഗുരു അനുഭവിച്ചിരുന്ന അന്തരാനുഭൂതി ആ മഹാജ്യോതിസിൽ വിലയം പ്രാപിച്ച സുന്ദര നിമിഷമായിരുന്നു അത് എന്നും, ഗുരു ധരിച്ച ആ ശരീരമെന്ന ഘടം, ആ കുടം പൊട്ടിപ്പോകുന്ന ഒരു നിമിഷമായിരുന്നു സമാധി എന്നും അറിയുവാൻ നമ്മൾ വർഷങ്ങളെടുത്തു. ആ വർഷങ്ങളുടെ കണക്കിൽ നിന്നുകൊണ്ടാണ്, ആ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ അറിഞ്ഞത് പോരാ, ഇനിയും അറിവ് വേണം, അറിവിലുമേറിയ അറിവ് ഇനിയും എൻ്റെ ഉള്ളിൽ വേണം എന്നറിയുന്നത്. അപ്പോൾ സാധാരണമായിരിക്കുന്ന അറിവുകൾക്കപ്പുറത്ത് അറിവിലുമേറിയ ഒരു അറിവിനെ പരിചയപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമാണിത്.